നാളെ വരാൻ പോണ നമ്പറേ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ പറ്റിയെങ്കിലല്ലേ. ഇന്ന നമ്പർ നാളെ എന്തായാലും വരുമ്പോൾ 100% ഉറപ്പുള്ള ഒരു നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി അത് കണ്ടുപിടിക്കും അല്ലേ. സെറ്റ് ടിക്കറ്റിന് ആ നമ്പറുകൾ കുറച്ച് പർച്ചേസ് ചെയ്യും അല്ലേ. എങ്കിൽ 100% വരാൻ സാധ്യതയുള്ള നാലക്ക നമ്പറുകൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇന്നത്തെ റിസൾട്ട് നോക്കി നാളെ വരാൻ സാധ്യതയുള്ള നാലക്ക നമ്പർ, എന്ത് വരാൻ സാധ്യതയുള്ള നാലക്ക നമ്പർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്പർ ട്രിക്കുകളെ അപേക്ഷിച്ചല്ലേ കാൽക്കുലേഷൻ കുറച്ച് ടഫാണ്. അപ്പോൾ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ നോക്കുക. ഈ കാൽക്കുലേഷൻ അപ്ലൈ ചെയ്ത് ലോട്ടറി എടുക്കുക, നിങ്ങൾക്ക് വിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. 17, 18, 19 ഈ ഡേറ്റുകളിൽ ഈ നമ്പേഴ്സ് 4 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു, എങ്ങനെ കണ്ടുപിടിച്ചെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത കൂടി പറയാം. ആദ്യം നമുക്ക് കാൽക്കുലേഷൻ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ റിസൾട്ടിൻ്റെ 500-ലും 100-ലും വന്നേക്കണ റിസൾട്ട് ഉണ്ടല്ലോ, റിസൾട്ട് ചെക്ക് ചെയ്യുക. അതിൽ 500-ലും 100-ലും വന്നേക്കണ ലാസ്റ്റ് സംഖ്യ അതെടുക്കുക. ആ ഒരു സംഖ്യയോടുകൂടി ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് 19-ാം തീയതിയുടെ റിസൾട്ട് എടുക്കാം. 19-ാം തീയതി 100-ൽ വന്നിരിക്കുന്ന ലാസ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് 9960 ഈ 9960 നിന്ന് 1114 കുറയ്ക്കണം. അതിനോടുകൂടി 63 കൂട്ടണം. അതിൽ നിന്ന് 27 കുറയ്ക്കണം. പിന്നെ 19-ാം തീയതിയുടെ റിസൾട്ടാണ്. ഈ 19-ാം തീയതിയുടെ റിസൾട്ട് നോക്കി ആ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 882 ആണ്. നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ 882 ആണ്. ഈ സംഖ്യ പിറ്റേ ദിവസം 20-ാം തീയതി റിസൾട്ടിലുണ്ടാവും. നമുക്ക് 20-ാം തീയതി റിസൾട്ട് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000-ൽ ആ ഒരു നമ്പർ കാണുന്നുണ്ട് 882. അപ്പോൾ ഇക്വേഷൻ കറക്റ്റായിട്ട് ഉപയോഗിക്കുക, നമുക്ക് കറക്റ്റായ നമ്പർ തന്നെ കിട്ടും. എളുപ്പമല്ലേ, അധികം ടഫൊന്നുമല്ലല്ലോ. പിന്നെ നമ്പർ ട്രിക്കുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുള്ളൂ, പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ് സംഭവം. നിങ്ങൾ റിസൾട്ട് എടുത്തിട്ട് ഈ ട്രിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഡേറ്റും എടുത്തേക്കണ എമൗണ്ടും ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നത്. നമ്മൾ 18-ാം തീയതി റിസൾട്ട് എടുത്തു. 500-ൻ്റെ ഏറ്റവും അവസാനത്തെ സംഖ്യ എന്ന് പറയുന്നത് 991 ആണ്. ഈ 991-ൽ നിന്ന് 1114 കുറച്ചു, അതിനോട് 63 കൂട്ടി, അതിൽ നിന്ന് 27 കുറച്ചു. കുറച്ചപ്പോൾ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 8913 ആണ്. പിന്നെ നമുക്ക് 18-ാം തീയതി റിസൾട്ടാണ് നമ്മൾ നോക്കിയത്. 19-ാം തീയതി പിറ്റേ ദിവസം വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. 8913 നമുക്ക് നോക്കാം. 100-ൽ വന്നിട്ടുണ്ട്. 100-ൽ 8913 വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ 17-ാം തീയതി റിസൾട്ട് എടുത്തു. 17-ാം തീയതി റിസൾട്ട് എടുത്തിട്ട് 100-ലാണ്. 100-ൽ ലാസ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് 9992 ആണ്. 9992-നോടുകൂടി 1114 മൈനസ് ചെയ്തു, അതിനോടുകൂടി 63 പ്ലസ് ചെയ്തു, അതിൽ നിന്ന് 27 കുറച്ചു. നമുക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 8914 ആണ്. അത് 18-ാം തീയതി റിസൾട്ടിൽ ഉണ്ടാകുന്ന നോക്കാം. 18-ാം തീയതി അതും 100-ൽ കാണുന്നുണ്ട്. അപ്പോൾ ഇക്വേഷൻ മനസ്സിലായില്ലേ. നമുക്കിത് കൺഫേം ആയിട്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 98% കൺഫേം ആയിട്ട് വരുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ചില ദിവസം ഇപ്പം ഞാൻ 100-ൻ്റെ എൻഡിലെ സംഖ്യ എടുത്തിട്ടാണ് ആ നമ്പർ കിട്ടിയത്. ചില ദിവസങ്ങളിൽ അത് 500 ആവാം, 1000-നും 5000-നും ഇങ്ങനെ വരുന്നുണ്ട്. കൂടുതലും നമുക്ക് കണ്ടുവരുന്നത് 100-ൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ 100-ൻ്റെ എൻഡിലെ സംഖ്യ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പോകാൻ നോക്കുക. ഈ കാൽക്കുലേഷൻ ട്രിക്കുകൾ കുറച്ചധികം നമുക്ക് വരുന്നുണ്ട്, പല മോഡലിൽ വരുന്നുണ്ട്. പക്ഷെ അത് എഡിറ്റ് ചെയ്ത് ഇതിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എടുക്കാനുള്ള ഒരു സമയത്തിൻ്റെ പ്രശ്നമായി വേണം. കാൽക്കുലേഷൻ ഉപയോഗിച്ചാണ് നിങ്ങൾ ടിക്കറ്റ് എടുക്കണമെങ്കിലേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മുകളിൽ ഇരിക്കുന്ന കാൽക്കുലേഷൻ ഉണ്ടേ, അത് അങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പോയി എടുക്കുക കേട്ടോ. അല്ലാണ്ട് നമുക്ക് നോക്കുമ്പോൾ ഇതിങ്ങനെ ചെയ്താൽ പോരെ, ഇതിങ്ങനെ ചെയ്താൽ പോരെ, ഇങ്ങനെ എന്തിനാണ് ചെയ്യണേ എന്നുള്ള മെൻറ്റാലിറ്റി നമുക്ക് വരും. പക്ഷെ പ്രോപ്പർ ഈ ഒരു നമ്പർ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ മുകളിൽ കൊടുത്തേക്കുന്ന ഇക്വേഷൻ തന്നെ ഫോളോ ചെയ്ത് എടുക്കുക. 200-ൻ്റെ പ്രൈസ് സ്ട്രക്ചർ വന്ന ഡേറ്റ് ഉള്ളതല്ലേ, അത് നമുക്കത് കൺഫേം ആയിട്ട് ഈ കാൽക്കുലേഷൻ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ 200-ൻ്റെ പ്രൈസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ദിവസങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് മാത്രം ചെയ്യുക. ഇപ്പോൾ ഈ ആഴ്ച അടച്ച ഒരു 500 രൂപയുടെ ടിക്കറ്റ് ഡിസ്പ്ലേയിൽ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. ട്രിക്ക് എന്ന് പറയുന്നത് 93 ആണ്. നാളൊക്കെ നമ്മൾ 93 അപ്ലൈ ചെയ്യുന്നതെന്നുള്ളൂ. ഞാൻ നമ്പർ ട്രിക്കുകളാണ് കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്, കാൽക്കുലേഷൻ ട്രിക്കുകൾ കുറവാണ് അപ്ലൈ ചെയ്യുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് നമ്പറൊക്കെ നമുക്ക് അറിയാം, നാളെ നമ്പർ ഇത് വരുന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോഴല്ലേ ഈ നമ്പറൊന്നും കാണൂല. എവിടെയൊക്കെ പോയി അന്വേഷിച്ചാലും അന്നത്തെ ദിവസം ഈ നമ്പർ കാണുകയുമില്ല, പിറ്റേ ദിവസം ആ നമ്പർ റിസൾട്ടിൽ വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അന്വേഷിച്ചെത്തിപ്പിടിച്ച് ഈ നമ്പർ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ കാൽക്കുലേഷൻ മെത്തേഡ് കുറവാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് സെറ്റ് ടിക്കറ്റിലൊക്കെ അപ്ലൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എമൗണ്ട്
കൺഫേം ആയിട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു മെത്തേഡാണ്.